ടാലന്റ്. അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങള് ഒരെണ്ണത്തിനിരിക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ എന്റെ അമ്മ പുള്ളിയുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. നോക്കി ഒരു പൊടിക്ക് മാറി കഴിഞ്ഞ പുള്ളിയുടെ വരല്ലോ. അയ്യോ, പുള്ളിയുടെ കോൺഫിഡൻസ് കണ്ടോ അതിന് മെയിൻ അതിനകത്ത്. നമ്മളത് അയക്കണം നീ എത്ര ടൈം എടുക്കും അല്ലേ. ഫിംഗർ സ്പീഡ് ഒക്കെ ആക്കണ്ടേ. കാർഡൊക്കെ എവിടെ? എനിക്ക് തോന്നുന്നു നൈസായിട്ട് അവൻ അതിൽ കൂടെ ഇടനെയാണോ? അതൊക്കെ ഒന്ന് ആ കത്തിയിടൊക്കെ പൂർച്ചാന്ന് പറഞ്ഞ നിങ്ങൾ ആ സ്ലൈസ് ആയി കൂടെ നോക്കി. പുള്ളിക്കാരുടെ ഏജിന്റെ ഇത് കണ്ടാ അറിയാം, പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് അതിനോളം ഉണ്ട്. എടാ ഫിംഗർ വൈബ്രേറ്റ് ചെയ്തിട്ട് അവനത് മിക്സ് ചെയ്തടാ. ഇതൊക്കെ ടാലന്റ്. ടാലന്റ് മാത്രമല്ല, ടാലന്റ് എന്ന് പറയാം, എക്സ്പീരിയൻസ് എന്ന് പറയാം, പിന്നെ പ്രാക്ടീസ് എല്ലാം സ്മാർട്ട് ആയിട്ട് രീതിയിൽ വർക്ക് ചെയ്യുക വേണമെങ്കിൽ എങ്ങനെയും പറയാം. ഷോർട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഈ വീഡിയോ കണ്ടുപോയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. ഇതുപോലൊരു മനുഷ്യനെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു മറ്റേ ഏതോ സ്ഥലത്ത് ബസ്സിലാഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടുത്തെ പിള്ളേരെ ഓട്ടോറിക്ഷ കയറ്റി വിടണേണ്. അതായത് ആ ഓട്ടോറിക്ഷക്കാർക്കുള്ള പൈസയും പുള്ളിക്കാരൻ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് ആ സമയത്ത് പോവാൻ മടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവനൊക്കെ ഓടണേണ്. അവനൊക്കെ എങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞ കിടക്കണേ. എന്തായാലും സ്വന്തം മക്കളെ പോലെയാണ് പുള്ളിക്കാരൻ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. മീൻസ് പിള്ളേരോടുള്ള സ്നേഹമാണ്. അത് മാത്രമല്ല കൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ്റെ ആ ഒരു വാല്യൂ ശരിക്കും അറിയാം, നന്നായിട്ട് അറിയാം. ചിലപ്പോൾ കിട്ടാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെ ആവാം, അതിനകത്തൊക്കെ കിട്ടാണ്ട്, ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ട് കിട്ടാണ്ട്, എങ്ങനെയാണെങ്കിലും അതിൻ്റെ വാല്യൂ നന്നായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ് എന്തായാലും പുള്ളി. കണ്ടില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പുള്ളി പിള്ളേരെ അവിടേക്ക് ഇതാക്കി വിടുന്നത്. പിള്ളേർക്ക് അതൊന്നും മതി. സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് ആ ഒരു പ്രായത്തിൽ അതിൻ്റെ വാല്യൂ അറിയാണ്ടാണ്. എന്ത് പറഞ്ഞാലും പുള്ളിക്കാരനോട് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ്, അത് എന്തായാലും ഞാൻ പുള്ളിക്കാരനൊരു ബിഗ് ക്ലാപ്പ് തന്നെ ശരിക്കും കൊടുത്തേ പറ്റുള്ളൂ. പുള്ളിക്കാരൻ്റെ ആ ഒരു സ്നേഹം, പുള്ളിക്കാരൻ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാത്ത ഒരാൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു സ്ഥിതിയൊക്കെ വെച്ചിട്ട് മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരെ കണ്ട് കിട്ടാൻ തന്നെ ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. മ്യൂച്വൽ റെസ്പെക്ട് തന്നെ കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ്. ഇത് ഉള്ളിവട. അപ്പൊ ഇതെന്താ? അത് കൊക്കുവട. കൊക്കുവട? ഇതിലെവിടെ കൊക്ക്?
അതങ്ങനെ നോക്കിയാ കാണില്ല, അത് കൊക്കിനെ അരച്ചു ചേർത്തിക്കണം. ശുദ്ധാസ്യം മരിച്ചിട്ടില്ല, ശുദ്ധാസ്യം മരിച്ചിട്ടില്ല. ഇവരിലൂടെ ഇപ്പോഴും നിലനിൽക്കുന്നു. കാണിക്കട്ടെ? കാണിക്കേ. നോക്കിക്കോട്ടാ. എങ്ങനെയുണ്ട് എന്റെ മാജിക്? അഭിപ്രായം കമന്റ് ചെയ്യട്ടോ. കറക്റ്റ് മീമായിരുന്നു കിട്ടിയത്. അതെനിക്ക് തോന്നുന്നു ഈ വീഡിയോക്ക് വേണ്ടിട്ടുണ്ടാക്കിയ മീം പോലെ ഉണ്ടല്ലേ എന്റെ അമ്മേ. ആഹാ, നല്ല ബർഗറിന്റെ മണം വരുന്നത്. ബർഗറിന് പിന്നെ ബർഗറിന്റെ അടുത്ത് തീട്ടത്തിന് മണം കിട്ടണം. പൊട്ട നല്ല ബർഗറിന്റെ രുചിയുണ്ട്. പിന്നെ ആൾക്കാര് നാട്ടുകാരെടുത്ത് തളക്കണേന്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം 1-2 കൊല്ലം ആയുള്ളൂ. ഒരു ചിത്രം, അത് ആ ചിത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ചിത്രം കഴിഞ്ഞതിന് ശേഷം നടന്ന കൊലക്കൊക്കെ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള വാർത്താ ചാനൽ വന്നത് ദൃശ്യം മോഡൽ കൊലപാതകമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? സിനിമയുടെ പേര് പറയാൻ പുള്ളിക്ക് താല്പര്യമില്ല, പക്ഷെ ദൃശ്യം മോഡൽ സിനിമയാണെന്ന്. എന്ത് മണ്ട. അതുപോലെ തന്നെ ചിലപ്പോ പെട്ടെന്നുള്ള ഇതിനകത്ത് പറഞ്ഞു പോയേക്കണതായിരിക്കും കേട്ടാ, അറിയില്ല. എന്നാലും ഒരു ബ്ലണ്ടറാണ് പറഞ്ഞാണ് പുള്ളി. ഗൈസ്, അടുത്തത് ഒരു റീല് നമുക്ക് വിത്തൗട്ട് ഓഡിയോ കണ്ടുപോകാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ഇടണേ. എങ്ങനെയാണോ നമുക്ക് ശരി വരുമല്ലേ? ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, അതാണ് എനിക്ക് അറിയില്ല കേട്ടോ. മേ ബി അല്ല ഇപ്പൊ നല്ലൊരു റീലായിരിക്കാം, പക്ഷെ വിത്തൗട്ട് ഓടി കാണുമ്പോ ചിരി വരുന്നുണ്ട്. To airport. That person follow me. Why? Stop. Hey, why do you എനിക്ക് പുള്ളി നടന്നാണ് മറ്റേ നമ്മുടെ അലിൻ ജോസ് പേരെ നടന്നു വരുന്ന പോലെയുണ്ട്. follow me? Why do you follow me? This is your iCard. This card is failed for me. ഐക്കാടോ? Oh no, I'm very sorry. I thought wrong about you. You helped me too much. This is my identity proof. I'm going to England. You helped me too much. I'm studied there. ഇവിടെ സംസാരിച്ചിട്ടുള്ള ഡയലോഗ് വരുന്നത്. What's about yours? വീഡിയോന്റെ I am maths teacher. My college at Itanagar. Actually, I am originally from Dibrugarh. I am also originally from. Oh, really? Yes. Have your friend? I mean, girlfriend? No girl love. Why? I don't know actually. But I like you ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരൊക്കെ ഷൂട്ടിംഗ് ആണ് കേട്ടോ. and love you. Really, I love you. You are a real person. We are both strangers. Yes, we both are strangers. Fell in love with each other. First meeting, love begin between you and me. Hey girl. ഒരു സിനിമയ്ക്കുള്ള സ്റ്റോറികൾ കഴിച്ചപ്പോ കഴിഞ്ഞത്. എൻ്റെ അമ്മേ, ഡയലോഗ്സ് ഉണ്ട് അമ്മേ. നമ്മളെ മറ്റേ സിനിമയില് മറ്റേ വയലാർ ഏത് ഇതുപോലെ എന്ന് ചോദിക്കണതിന് പകരം ഇത് അത് കവിതയാണെങ്കിൽ സ്ക്രിപ്റ്റാണ്, മീൻസ് ഡയലോഗ്സ് ഒക്കെയാണ്. എന്താണത്? നിന്നപ്പിൽ കളർ അറിവിനാണ് ഓന്ത. ഇതെന്താ പവർ റേഞ്ചേഴ്സോ? ഇത് ഏത് രാജ്യത്തെ വീഡിയോ ആണ്? തള്ളിക്കുന്നേ നിങ്ങൾക്ക് തള്ളിക്കുന്നുണ്ട്. ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങള് കമന്റ് ഇടണേ.
ഓരോരോ അപരാധങ്ങള്. Hey everybody, Haley back again. We are now on the river, but I'm gonna go off the river and see what everybody around the shop is up to. Let's go check it out. എന്റെ നാട്ട് പോയി. എടീ ഇത് കോമഡി വീഡിയോയാ. ഇത് ആരാ കോമഡി? ഇത് നല്ല ഫസ്റ്റ് ക്ലാസ് കടപ്പാണ്, ഫസ്റ്റ് ക്ലാസ് കടപ്പ്. എന്റെ അമ്മേ. Device is connected successfully. Hey everybody. അയ്യോ, ഇതൊക്കെ കോമഡി വീഡിയോ. ഗൈസ് നമുക്ക് നല്ല കോമഡി വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പൊ ഇത്ര കണ്ടത്തോളം എനിക്ക് മതിയായി. എൻ്റെ അമ്മോ എനിക്ക് കാണാനുള്ള താഴെ അടിക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.